കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിധി നികേഷിനോട് ചോദിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ താലവും വിളക്കും ഒക്കെ എടുക്കാൻ മറന്നുപോയി. വലിയ വീരനായകനായിട്ടാണല്ലോ വന്നത്. ഏട്ടന്മാരെ മുഴുവൻ തോൽപ്പിക്കാൻ പോയതല്ലേ. എന്നിട്ട് നീ ജയിച്ചു അല്ലേ നികേഷേ എന്ന്. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ ബീച്ചിലുണ്ടാകുമെന്ന് ഏട്ടത്തിക്ക് എങ്ങനെ മനസ്സിലായി എന്ന്. നീ തന്നെ ഒരു തവണ പറഞ്ഞതാണ് സങ്കടം വരുമ്പോൾ അവിടെ പോയി ഇരിക്കുമെന്ന് എന്ന് നിധി പറയുന്നുണ്ട്. നികേഷ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിൽ സുധീഷ് ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. രാത്രി എല്ലാവരും ഉറങ്ങിയിട്ടും ഉറക്കം വരാതെ കിടക്കുകയാണ് സുഭാഷ്. ഒരുപാട് ആലോചിച്ചതിന് ശേഷം സുഭാഷ് എഴുന്നേറ്റ് ഒരു തോർത്തുകൊണ്ട് സുഭാഷിന്റെയും നികേഷിന്റെയും കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ്. രാത്രി ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റ നിധി ഇത് കാണുന്നുണ്ട്. നികേഷ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. രാത്രി നീ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് സുഭാഷ് പറയുകയാണ്. ഇല്ല സുഭാഷ് ഏട്ടാ, ഇനി നിങ്ങളെല്ലാവരെയും വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല എന്ന് നികേഷ് പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. അവരുടെ സ്നേഹം കണ്ടപ്പോൾ നിധിക്ക് വളരെ സന്തോഷം തോന്നി. പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് നികേഷ് നിധിയോട് പറയുകയാണ്. ചേട്ടന്മാരെല്ലാവരും എൻ്റെ സ്വന്തമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയല്ല എന്ന് കേട്ടപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല എന്ന്. ഇത് കേട്ട് നിധി പറഞ്ഞു. നീ ഇപ്പോൾ മാത്രമാണ് ആ സത്യം മനസ്സിലാക്കിയത്. അവർക്ക് 3 പേർക്കും അതെപ്പോഴേ അറിയാമായിരുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും അവർ ആ രീതിയിൽ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? ഞാനിവിടെ വന്നിട്ട് 3 മാസമായി. ഇതിനിടയിൽ ഒരു പ്രാവശ്യം പോലും അവിടെയുള്ളവർ ആരും നിന്നോട് ആ രീതിയിൽ പെരുമാറുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അവിടെയുള്ള എല്ലാവർക്കും നിന്നോട് അത്രയും സ്നേഹവും അടുപ്പവുമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് നമ്മൾ സ്നേഹിക്കണം. അവിടെ സ്വന്തമോ ബന്ധമോ ഒന്നുമില്ല നിധി പറഞ്ഞു. നിധി നികേഷിനെ സമാധാനിപ്പിച്ചു. അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന നിധിയോട് സുധീഷ് പറഞ്ഞു. മാഡത്തിന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇയാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇന്ന് നമ്മൾ കൈപ്പറ്റാൻ പോകുന്നു. അങ്ങനെ നിധിയും സുധീഷും കൂടി കോളേജിലേക്ക് പോവുകയാണ്. നികേഷ് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അവരിവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടോ? വന്ന സമയത്ത് നിങ്ങൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടായിരുന്നോ? എന്നോടും ദേഷ്യം തോന്നിയിട്ടുണ്ടാവില്ലേ? എപ്പോൾ മുതലാ ഞാൻ നിങ്ങളുടെ സ്വന്തമാണെന്ന് തോന്നി തുടങ്ങിയത് എന്നൊക്കെ നികേഷ് ചോദിക്കുകയാണ്. സത്യമായിട്ടും നിന്റെ അമ്മ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒന്ന് കാണുമായിരുന്നില്ലേ? നീ പിച്ച വെച്ചത് ഞങ്ങളുടെ കൈകളിലാ, നീ വളർന്നത് ഞങ്ങളുടെ നെഞ്ചിലും സുഭാഷ് പറയുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതേപ്പറ്റി ഒന്നും ആലോചിക്കില്ല എന്ന് നികേഷിനെ കൊണ്ട് സുഭാഷ് തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നീതു ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഹരീഷിനെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഹരീഷ് നോക്കി നിൽക്കുകയാണ്. ഹരീഷ് നോക്കി നിൽക്കുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവർ കാണുന്നുണ്ട്. അതിലൊരാൾ ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്. 1.5 വർഷം ആ കുട്ടി ഹരീഷ് ഏട്ടന്റെ പുറകെ നടന്നു. ഇഷ്ടമാണെന്ന് ഒരു വാക്ക് ഹരീഷ് ഏട്ടൻ പറഞ്ഞില്ലല്ലോ. ഇനി കുറച്ചുനാൾ ഹരീഷ് ഏട്ടൻ പുറകെ നടക്ക്. ആ നോ അവൾ മാറ്റുമോ എന്ന് നമുക്ക് നോക്കാം എന്ന്. സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ നിധിയും സുധീഷും ബീച്ചിൽ പോയിരിക്കുകയാണ്. സുധീഷിന്റെ തള്ളു കേട്ട് നോക്കി നിൽക്കുകയാണ് നിധി. 7th പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ്. പിന്നെ 10th വെച്ച് എൻ്റെ മലയാളം ടീച്ചറോട് വരെ എനിക്ക് ക്രഷ് തോന്നി എന്ന് സുധീഷ് പറയുകയാണ്. നിങ്ങളെ കാമുകനെന്നല്ല വിളിക്കണ്ടേ, കോഴിയെന്ന എന്ന് നിധി പറയുന്നുമുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബായ്.